ഹായ്, നമസ്കാരം. ഞാൻ എൻ്റെ അമ്മയുടെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കായിരുന്നു കേട്ടോ. ഇന്ന് ചേച്ചിയൊക്കെ വന്നതല്ലേ, അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ണിമോളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ, മരുന്ന് ബോക്സ്, ഇതെല്ലാം ഇപ്പോഴും ഞാൻ ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് അമ്മ മുടി കെട്ടിക്കൊണ്ടിരുന്ന ബണ്ണാട്ടാ. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, രണ്ടെണ്ണം ബാക്കി ഞാൻ അമ്മയ്ക്ക് മേടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. കണ്ടോ, അമ്മയുടെ മരുന്നിൻ്റെ ലിസ്റ്റുകൾ, പിന്നെ എൻ്റെ നമ്പർ എഴുതി സൂക്ഷിച്ചിട്ടുള്ള കേട്ടോ അമ്മ. ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, എൻ്റെ നമ്പർ എഴുതി സൂക്ഷിച്ചിട്ടുള്ളത്. അമ്മയ്ക്കൊരു കീപാഡിൻ്റെ മൊബൈലാണുള്ളത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ ഈ നമ്പർ ഇങ്ങനെ ഒരു ചെറിയ കടലാസ് തുണ്ടിൽ ഇങ്ങനെ എഴുതി എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് നോക്കിയിട്ടാണ് അമ്മ വിളിക്കുക. അപ്പം എല്ലാം ഞാൻ അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോഴും എന്തിനാണ് എടുത്തു വെച്ചിട്ടുള്ളതെന്ന് പലർക്കും തോന്നും. എനിക്കിതൊക്കെയല്ലേ ഇനി എന്താ പറയുക സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അമ്മ ഞങ്ങളെ വിട്ടു പോയല്ലോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. ഈ അമ്മയുടെ മെഡിസിൻ ബോക്സ് കണ്ടോ, ഇത്രയധികം മരുന്നുകൾ, അതൊക്കെ അതേപോലെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജോലിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് തെറ്റാതെ മരുന്ന് എടുത്ത് കഴിക്കാനായിട്ടോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. കണ്ടോ, ഓരോ നേരത്ത് കഴിക്കേണ്ട മരുന്നുകൾ കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മയുടെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. പിന്നെ അത് മാത്രമല്ല, അമ്മയുടെ ആഭരണങ്ങൾ, അമ്മയുടെ കമ്മൽ, അതേപോലെ അമ്മയുടെ മാലാട്ടോ, 2 മാല, ഇതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്നും എൻ്റെ മരണം വരെ ഇത് സൂക്ഷിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനും ഉണ്ണിമോളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാട്ടോ ഇതൊക്കെ നോക്കുന്നത്.